ഹലോ എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമുക്ക് ഈ മാസം എയിംസിന് എക്സാം വരുന്നുണ്ട്, അതുപോലെ ഒത്തിരി ഫാർമസി റിലേറ്റഡ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വരുന്നുണ്ട് അല്ലേ. സോ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ഫാർമകോഗ്നോസിൽ വരുന്ന ക്രൂഡ് ഡ്രഗും അതിൻ്റെ സിനോണിംസും. നമുക്ക് മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും അല്ലേ, വളരെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇന്ന് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലൈക്കോസൈഡ്സും വോളറ്റൈൽ ഓയിൽസുമായിട്ടുള്ള ഡ്രഗ്സും അതിൻ്റെ സിനോണിംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് മുന്നേ തന്നെ ആരെങ്കിലും പുതിയതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ചാനലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഓരോരോ ക്വസ്റ്റ്യൻസും വളരെ ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരികയും ചെയ്യും. അതുപോലെ തന്നെ എക്സാമിന് വരുമ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയറും ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇവിടെ ഫസ്റ്റ് ഡ്രഗ് വന്നിരിക്കുന്നത് അലോയി ആണ്. ഓക്കെ, അലോയ് നിങ്ങൾക്കറിയാലോ, അലോയിനെ നമുക്ക് ഘൃതകുമാരി എന്ന് വിളിക്കുന്നുണ്ട്, അതുപോലെ മുസാബാർ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് ഗുജറാത്ത് ഡ്രഗ് ഇൻസ്പെക്ടർ 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെന്ന എന്ന് പറയുന്നത് അലക്സാണ്ടർ സെന്നയുണ്ട്, പിന്നെ അതുപോലെ ഇന്ത്യൻ സെന്നയുണ്ട്. അലക്സാണ്ടർ സെന്നേനാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂറോപ്യൻ സെന്ന എന്ന് പറയുന്നത്. ഇന്ത്യൻ സെന്ന എന്ന് പറയുന്നത് തിന്നവില്ലി സെന്ന എന്നറിയപ്പെടും അല്ലേ. ഇത് ബീഹാർ ഡ്രഗ് ഇൻസ്പെക്ടറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സെന്ന. അതുപോലെ തന്നെ സെന്നെ നമുക്ക് ഫോളിയ സെന്ന എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത റുബാർബാണ്. റുബാർബ് രേവന്ത് ചിനി എന്നാണ് അറിയപ്പെടുന്നത്. ബീഹാർ ഡ്രഗ് ഇൻസ്പെക്ടർ 2008 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, രേവന്ത് ചിനി എന്ന് പറയുന്ന ഏത് ഡ്രഗിൻ്റെ സിനോണിമാന്നുള്ളത്. ഓക്കെ, കസ്കാര ഉണ്ട്, കസ്കാര സക്രഡ് ബാർക്ക്, അതുപോലെ ചിറ്റം ബാർക്ക് എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ ഈ ഫസ്റ്റത്തെ ഡ്രഗ്സിലേക്ക് അലോയി, സെന്ന, റുബാർബ്, കസ്കാര ഇതെല്ലാം ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡിൽ വരുന്ന ഡ്രഗ്സാണ്. ഓക്കെ, അടുത്ത ഡ്രഗ് ക്യുലൈല ബാർക്കാണ്. ക്യുലൈല ബാർക്ക് സോപ്പ് ബാർക്ക് എന്നറിയപ്പെടുന്നു, പനാം വുഡ് എന്നുകൂടി നമ്മൾ അറിയപ്പെടുന്നു. ഓക്കെ, ലിക്വറൈസ് എന്ന് പറയുന്നത് സ്വീറ്റ് റൂട്ട്, മുള്ളേത്തി, യഷ്ടി മധു, ഗ്ലൈക്കർഹിസ റേഡിക്സ് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇത് ഗുജറാത്ത് ഡ്രഗ് ഇൻസ്പെക്ടർ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മുള്ളേത്തി അല്ലേ, മുള്ളേത്തി വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. മുള്ളേത്തി എന്ന് പറഞ്ഞാൽ ലിക്വറൈസ് ആണ്. ഓക്കെ, അടുത്തെന്താണ് ഡയസ്കോറിയ. ഡയസ്കോറിയ യാം പ്ലാന്റ് എന്നറിയപ്പെടുന്നുണ്ട്, റുമാറ്റിസം റൂട്ട് ഓക്കെ അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട് ഡ്രഗ് ഇൻസ്പെക്ടർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിങ്ങനെ ഇത് എഴുതിക്കുന്നത് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ ചിലപ്പോൾ ചോദിച്ചുകൂടാന്നില്ല നമുക്ക്. ഓക്കെ, സോ യാം പ്ലാന്റ് എനിക്ക് തോന്നുന്നു കേരള PSC തന്നെ ചോദിച്ചിട്ടുണ്ട്. യാം പ്ലാന്റ് എന്നുള്ളത് യാം എന്നുള്ളത് ഏതിൻ്റെയാണെന്നുള്ളത് അത് നമ്മുടെ ഡയസ്കോറിയാണ്. ഓക്കെ, ജിൻസങ് എന്നുള്ളത് നിഞ്ചിൻ എന്നറിയപ്പെടുന്നുണ്ട്, പന്നാഗ് എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഗൊക്രു എന്നുള്ളത് പഞ്ചർ വൈൻ. ഇത് ഈ പഞ്ചർ വൈൻ എന്നുള്ളത് നമ്മുടെ കേരള PSC ചോദിച്ചിട്ടുണ്ട്. പഞ്ചർ വൈന് ട്രിബുലസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, സരസ പാരില്ല സ്മൈലാക്സ് എന്നറിയപ്പെടുന്നു, ശതാവരി, ശതമൂലി എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്തതാണ് സ്ക്വില്ല്. സ്ക്വില്ല് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്ത്യൻ സ്ക്വില്ലുണ്ട്, അതുപോലെ യൂറോപ്യൻ സ്ക്വില്ലുണ്ട്. ഓക്കെ, ഇന്ത്യൻ സ്ക്വില്ലിനെയാണ് നമ്മൾ സീ ഒനിയൻ, അതുപോലെ ജംഗിലി പ്യാജ് എന്നറിയപ്പെടുന്നത്. ഇതിൽ സീ ഒനിയൻ നമുക്ക് RRBയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2019 നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സീ ഒനിയൻ എന്ന് പറയുന്നത് ഏത് ഡ്രഗാന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഓപ്ഷനിൽ എന്തുണ്ടായിരുന്നു, ഇന്ത്യൻ സ്ക്വില്ല് എന്നുണ്ടായിരുന്നു, അതായിരുന്നു അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ അതുപോലെ യൂറോപ്യൻ സ്ക്വില്ലിന് നമുക്ക് വൈറ്റ് സ്ക്വില്ലെന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ് സ്ട്രൊഫാന്തസ്. അതെന്താണ് അറിയപ്പെടുന്നത്, ആരോ പോയിസൺ. ഓക്കെ, ആരോ പോയിസൺ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഡിജിറ്റാലിസ് ഫോക്സ് ഗ്ലൗ എന്നറിയപ്പെടുന്നുണ്ട്, പർപ്പിൾ ഫ്ലോക്സ് ഗ്ലൗ എന്നറിയപ്പെടുന്നത് കേരള ഡ്രഗ് ഇൻസ്പെക്ടർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കേരള PSC തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഫോക്സ് ഗ്ലൗ എന്ന് പറഞ്ഞാൽ ഏതാണ്, ദാറ്റ് ഇസ് ഡിജിറ്റാലിസ്. ഓക്കെ, അടുത്ത് ഒലിയാണ്ടർ. ഒലിയാണ്ടർ എന്നുള്ളത് അതിലെ ഓക്കെ നമ്മൾ ഈ മോളിൽ ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ ക്യുലൈല ബാർക്കോട്ടുള്ള പോർഷൻ, ക്യുലൈല ബാർക്ക്, ലിക്വറൈസ്, ഡയസ്കോറിയ, ജിൻസങ്, ഗൊക്രു, സർസാപ്പാരിൽ, ശതാവരി വരെ ഉള്ളത് എന്ത് ടൈപ്പ് ഓഫ് ഗ്ലൈക്കോസൈഡ്സ് ആണ്, ദാറ്റ് ഈസ് സാപ്പോണിൻ ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഓക്കെ, സാപ്പോണിൻ ഗ്ലൈക്കോസൈഡ്സിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ഓക്കെ, അടുത്തുള്ളത് നമുക്ക് സ്ക്വില്ലോട്ടുള്ള ഡ്രഗ്സ്, സ്ക്വില്ല്, സ്ട്രൊഫാന്തസ് ആരോ പോയിസ് എന്നറിയപ്പെടുന്ന ഡ്രഗാണ്. ഡിജിറ്റാലിസ് നമ്മൾ പറഞ്ഞു. ഒലിയാണ്ടർ എന്നുള്ളത് കനീർ എന്നറിയപ്പെടുന്നു, തെവേഷ്യ എന്നുള്ളത് ലക്കി നട്ട് ട്രീ എന്നറിയപ്പെടുന്നു. സോ ഇതൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഗ്ലൈക്കോസൈഡ്സ് ആണ്, സ്ക്വില്ല് മുതൽ തെവേഷ്യ വരെയുള്ള ദാറ്റ് ഈസ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ആണ് അല്ലേ, കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്. ഓക്കെ, സോ ജസ്റ്റ് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, ക്ലാസിഫിക്കേഷൻ വെച്ച് പറഞ്ഞതാണ് കേട്ടോ. അടുത്ത ഡ്രഗ്സ് ഏതൊക്കെയാണ്, ബിറ്റർ ആൽമണ്ട് നമുക്ക് അമിഗ്ഡാല എന്നറിയപ്പെടുന്നുണ്ട്, ബദാം എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, വൈൽഡ് ചെറി, പ്രൂൺ ബാർക്ക് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഈ രണ്ട് ഡ്രഗ്സും ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, സൈനോ ജനറ്റിക് ഗ്ലൈക്കോസൈഡ്സ് ആണ് കേട്ടോ. സൈനോ ജനറ്റിക് ഗ്ലൈക്കോസൈഡ്സ്.
ഓക്കെ, അതിൽ വരുന്ന ഡ്രഗ്സ് ആണ്. അടുത്ത് വരുന്നത് എന്താണ്? ദാറ്റ് ഈസ് മസ്റ്റാർഡ് സീഡ്. മസ്റ്റാർഡ് സീഡ് നമ്മൾ അതായത് സാധാരണ ബ്ലാക്ക് മസ്റ്റാർഡ്. ഓക്കെ, സോ അതിനെ നമ്മൾ സാർസ് എന്നും പറയുന്നുണ്ട്. ഇത് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ഐസോതയോസൈനേറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന ഡ്രഗ് ആണ് കേട്ടോ. ഐസോതയോസൈനേറ്റ് ഗ്ലൈക്കോസൈഡ്സ് നമ്മൾ പറയും, ആ ക്ലാസിഫിക്കേഷനാണ്. അടുത്തുള്ള ജിങ്കോനെ നമുക്ക് മെയ്ഡൻ ഹെയർ ട്രീ എന്ന് അറിയപ്പെടുന്നുണ്ട്, ക്യൂ ട്രീ എന്നുണ്ട്. സിലിമാരിൻ, മിൽക്ക് തേഴ്സ്റ്റിൽ, അവർ ലേഡീസ് തേഴ്സ്റ്റിൽ. ഓക്കെ, ഇതാണ് ഇവരുടെ പേര്. ഇത് ഏത് ക്ലാസിഫിക്കേഷനാണ്? ദാറ്റ് ഈസ് ഫ്ലവനോൾ. ഓക്കെ, ഫ്ലവനോൾ ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡ്രഗ് കൂടെ ഉണ്ട്, ബക്ക്വീറ്റ് എന്ന് പറഞ്ഞൊരു ഡ്രഗ് കൂടെ ഉണ്ട്. പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എയിംസിൻ്റെ ഒക്കെ സിലബസ് നോക്കുമ്പോൾ ബക്ക്വീറ്റ് കൊണ്ട് നോക്കണം കേട്ടോ. അടുത്തുള്ള സൊറാലിയ നമ്മൾ ബാവുച്ചി എന്ന് പറയപ്പെടുന്നത്, മലയാട്രീ എന്ന് പറയുന്നുണ്ട്. വിഷനാഗ എന്ന് പറഞ്ഞാൽ കെല്ല, പിക് ടൂത്ത് ഫ്രൂട്ട്. ഓക്കെ, അതാണ് വിഷനാഗ. ഇതിൽ പിക് ടൂത്ത് ഫ്രൂട്ട് കേട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ, ഈ രണ്ട് ഡ്രഗ്സ് ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ്? കൗമാരിൻ ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഓക്കെ, കൗമാരിൻ ഗ്ലൈക്കോസൈഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നത് അടുത്ത ഇത് ബിയർബെറി. ഓക്കെ, ഉവ ഉർസി എന്ന് അറിയപ്പെടുന്നതാണ് ബിയർബെറി. ഇത് ഫീനോൾ ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഓക്കെ, ഫീനോൾ ഗ്ലൈക്കോ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പിന്നെ ഇതിൻ്റെ ഒപ്പം പറഞ്ഞിട്ട് പോകണമെന്നുള്ളൂ. ഫീനോൾ ഗ്ലൈക്കോസൈഡാണ്. അടുത്തൊരു ജെൻഷ്യൻ ബിറ്റർ റൂട്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിറ്റർ റൂട്ടാണ് കേട്ടോ. ബിറ്റർ റൂട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ പറയാം. ബിറ്റർ റൂട്ടാണ് വരിക, ജെൻഷ്യൻ റൂട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് ഈ വരുന്ന ഡ്രഗ്സ് ഏതാണ്? ബിറ്റർ ഗ്ലൈക്കോസൈഡ്സ് ആണ്. ബിറ്റർ ഗ്ലൈക്കോസൈഡ്സ്. ഓക്കെ, അടുത്തത് പിക്രോഹിസ. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജെൻഷ്യ എന്നറിയപ്പെടുന്നതാണ് പിക്രോഹിസ എന്ന് പറയുന്നത്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു ജെൻഷ്യ റൂട്ട് എന്നുള്ളത് എന്താണ്? ദാറ്റ് ഈസ് ബിറ്റർ റൂട്ടാണ് അല്ലേ. ഇന്ത്യൻ ജെൻഷ്യ എന്നറിയപ്പെടുന്നതാണ് പിക്രോഹിസ എന്ന് പറയുന്നത്. സോ അത് ജോണ്ടിസിന് കൊടുക്കുന്നുണ്ട്. സോ ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ് കേട്ടോ. ചിരാറ്റ എന്നുള്ളത് ഈസ്റ്റ് ഇന്ത്യൻ ബാൽമണി എന്നറിയപ്പെടുന്നു. ക്വാഷ്യ ബിറ്റർ വുഡ് എന്നറിയപ്പെടുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി മുന്നേ ഒന്ന് പറയാമെന്ന് പറഞ്ഞത്. അതായത് ക്വാഷ്യ വുഡാണ്. ഓക്കെ, ബിറ്റർ വുഡ് ജെൻഷ്യയാണ്. ഓക്കെ, ജിംനിമാനാശിനി ഗുഡ്മാർ എന്നറിയപ്പെടുന്നു. കാൽമേഗ് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ആട്ടോ. ദാറ്റ് ഈസ് ആൻഡ്രോഗ്രാഫീസ് എന്നാട്ടോ. ആൻഡ്രോഗ്രാഫീസ് കിരായത്ത്. ഓക്കെ, അടുത്ത് നോക്കാം വോളറ്റൈൽ ഓയിൽസിൻ്റെ നോക്കാം നമുക്ക്. അത് തന്നെ ക്ലോവ് ലവാങ് എന്നറിയപ്പെടുന്നുണ്ട്. ക്ലോവ്, സിന്നമൺ സെയിലൻ സിന്നമൺ എന്നറിയപ്പെടുന്നു. കാൽമി ദൽച്ചിനി എന്നറിയപ്പെടുന്നുണ്ട്. കാശിയാണെങ്കിൽ ചൈനീസ് സിന്നമൺ. അത് നോക്കി വയ്ക്കുക. അതായത് നമ്മൾ ചൈനീസ് സിന്നമൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക സിന്നമൺ ആണെന്ന് ചിലപ്പോൾ വിചാരിക്കുക. അതല്ല, ദാറ്റ് ഈസ് കാശിയാണ്. ഓക്കെ, യൂക്കാലിപ്റ്റസിനെ നമുക്ക് എന്ത് വിളിക്കാം? ബ്ലൂ ഗം ട്രീ ഓയിൽ എന്നും ഡിങ്കും ഓയിൽ എന്നും വിളിക്കും. ഓക്കെ, പെപ്പർമിൻറ്റ് ഓയിൽ, മെന്ത ഓയിൽ, സ്പിയർമിൻറ്റ്, ഗാർഡൻ മിൻറ്റ്, ജിഞ്ചർ, സിഞ്ചിബർ, സോന്ത് എന്നറിയപ്പെടുന്നു. ബ്ലാക്ക് പെപ്പർ, ഗോൾമിർച്ച് എന്നറിയപ്പെടുന്നുണ്ട്. കൊറിയാണ്ടർ, ധ്യാനഗ എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. അടുത്തത് എന്താണ്? ഗോൾത്തീരിയ ഓയിൽ, വിൻ്റർഗ്രീൻ ഓയിൽ. ചിലപ്പോൾ ചോദിക്കാം വിൻ്റർഗ്രീൻ ഓയിൽ ഏതാണെന്ന് ചോദിക്കാം. അപ്പം മാറിപ്പോகிறது ഗോൾത്തീരിയ ഓയിലാണ്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം പറയാം. വിൻ്റർ ചെറി എന്ന് പറയും നമ്മൾ. വിൻ്റർ ചെറി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് അശ്വഗന്ധയാണ്. ഓക്കെ, വിൻ്റർ ഗ്രീൻ ഓയിലും അത് കൺഫ്യൂഷൻ വരാതെ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് വിൻ്റർ ചെറി എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ദാറ്റ് ഈസ് അശ്വഗന്ധ. ഓക്കെ, അശ്വഗന്ധയാണ് വിൻ്റർ ചെറി. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇത് വിൻ്റർ ഗ്രീൻ ഓയിലാണ്, ഗോൾത്തീരിയ ഓയിലാണ്. ഷാഗ് ജീര എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കാരവേ. ക്രോക്കസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സഫ്രോൺ, മിരിസ്റ്റിക്ക അറിയാലോ, നട്ട്മെഗിനാണ് പറയുന്നത്. നക്സ് മൊഷ്കാറ്റ എന്നും പറയുന്നുണ്ട്. ഓയിൽ ഓഫ് യുജീനിയ എന്ന് പറഞ്ഞാൽ ക്ലോവ് ഓയിൽ. ഓയിൽ ഓഫ് സിട്രസ് ലെമൺ ഓയിൽ. ചെനപ്പോഡിയം ഓയിൽ, ദാറ്റ് ഈസ് അമേരിക്കൻ വോം സീഡ്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. ക്വിൻഹാവോ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ആർട്ടിമിസിയ എന്നറിയപ്പെടുന്നത് ക്വിൻഹാവോ എന്ന് പറയുന്നുണ്ട്. യു ട്രീ എന്ന് പറഞ്ഞാൽ ടാക്സസിൻ്റെ ട്രീനാണ് പറയുന്നത്. അതുപോലെ കൊളിയസ് എന്ന് പറയുന്നത് ഫോർക്കോലി ആൻഡ് ദിൽ എന്ന് പറഞ്ഞാൽ സോവ. ഓക്കെ, സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനോണിം ഓഫ് വോളറ്റൈൽ ഓയിൽസ് ആൻഡ് ഗ്ലൈക്കോസൈഡ്സ്. സോ നിങ്ങളെല്ലാം പഠിച്ച് വെച്ചിട്ട് തന്നെ പോവുക കേട്ടോ. എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എക്സാമിന് നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.